ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസാണ്. നമ്മൾ അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ പോലെ തന്നെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കാണുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്, മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ക്ലോഷർ പ്രോപ്പർട്ടി അഡീഷനിൽ നമ്മൾ പറഞ്ഞു ക്ലോഷർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്ലോഷർ ലോ. പ്രോപ്പർട്ടി ഇതാണ്: ഇഫ് Z1 Z2 are any two complex numbers then Z1 into Z2 is also a complex number. ഇതാണ് മൾട്ടിപ്ലിക്കേഷന്റെ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. Z1 Z2 ഏത് രണ്ട് കോംപ്ലക്സ് നമ്പർ ആയാലും Z1 into Z2 ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും. നേരത്തെ നമ്മൾ എക്സാമ്പിൾ ചെയ്തപ്പോൾ കിട്ടിയതാണ്. Z1 into Z2 ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഇതിനാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അഡീഷന്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇഫ് Z1, Z2 are any two complex numbers then Z1 into Z2 equal to Z2 into Z1. ഇതാണ് മൾട്ടിപ്ലിക്കേഷന്റെ കമ്മ്യൂട്ടേറ്റീവ്. അഡീഷന്റെ കമ്മ്യൂട്ടേറ്റീവ് ഓർമ്മയുണ്ടോ? Z1 പ്ലസ് Z2 Z2 പ്ലസ് Z1 ആണ്. എന്നുവെച്ചാൽ ഈ ഓർഡർ അങ്ങോട്ടും മാറിയാലും വാല്യൂ വ്യത്യാസമില്ല. അപ്പൊ Z1 Z2 രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ Z1 into Z2 എന്ന് പറഞ്ഞാലും Z2 into Z1 എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. ഇതിനാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി, മൂന്നാമത്തത് അസോസിയേറ്റീവ് ലോ. നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ പഠിക്കുന്നത് അഡീഷനിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് ഇഫ് Z1 Z2 Z3 are any three complex numbers, മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ Z1 into Z2 Z3 ഉണ്ടാവും. ഇവിടെ Z2 into Z3 ബ്രാക്കറ്റിൽ ഈക്വൽസ് Z1 into Z2 into Z3. ഇവിടെ കാണുന്നത് മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. Z1 into Z2 into Z3 ആണ് കാണുന്നത്. അപ്പൊ ഇവിടെ Z2 into Z3 ആദ്യം കാണും, എന്നിട്ട് അതിനെ Z1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതും Z1 into Z2 ആദ്യം കണ്ടിട്ട് അതിനെ Z3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇത് സെയിം ആയിരിക്കും. ഈ പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് ലോ. അഡീഷണലി നമ്മളുടെ പ്ലസ് ആണ് പറഞ്ഞത്, ഇവിടെ ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. Z1 into Z2 Z3 ഈക്വൽ Z1 Z2 into Z3. ഇതിനാണ് എന്ത് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷന്റെ അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞു, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു, പിന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റിയാണ്. മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി, അഡീഷണൽ ഐഡന്റിറ്റി നമ്മൾ പറഞ്ഞു 0 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇഫ് Z is a complex number, then there exists the complex number 1. എന്താണ് 1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ബ്രാക്കറ്റിൽ എഴുതാം. 1 എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിന്റെ ഫോം ആക്കുകയാണെങ്കിൽ 1 പ്ലസ് I into 0 എന്നാണ്. ഏതൊരു റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പർ ആക്കാം. കണ്ടോ, 1 നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് I into 0. I into 0 0 ആണ്. അപ്പൊ ഇത് 1 തന്നെയാണ്. അപ്പൊ ഇത് കോംപ്ലക്സ് നമ്പറിന്റെ ഫോം ആക്കുമ്പോൾ 1 പ്ലസ് I into 0 ആണ്. അപ്പൊ Z ഏതൊരു കോംപ്ലക്സ് നമ്പർ ആയാലും നമുക്ക് 1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ കാണാൻ പറ്റും. എന്താണ് ഇതിന്റെ പ്രത്യേകത? Z into 1 ഈക്വൽസ് 1 into Z equal to Z. Z-നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 1-നെ Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും Z തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. അതുകൊണ്ട് 1 ഈസ് കോൾഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി. അഡീഷണൽ ഐഡന്റിറ്റി 0 എന്നാണ് പഠിച്ചത്. അഡീഷണൽ ഐഡന്റിറ്റി എന്താണ്? 0 ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി 1 ആണ്. ഇപ്പോ Z എന്ന് പറയുന്നത് A plus IB എന്ന കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമുക്ക് Z-നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Z into 1 എന്ന് വെച്ചാൽ A plus IB into 1. 1-നെ എങ്ങനെ എഴുതാന്ന് പറഞ്ഞത്? 1 plus I into 0. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്തെങ്കിലും ഒരു ഉണ്ടാവും. A into 1 A-നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി, പ്ലസ് IB into 1 IB പ്ലസ് ഇതിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്. നമുക്ക് കിട്ടുന്നത് A plus IB തന്നെയാണ്. ഉണ്ടോ? A plus IB എന്ന് വെച്ചാൽ ഇത് തന്നെ കിട്ടും, Z തന്നെ കിട്ടും. Z into 1 Z തന്നെയാണ്. അപ്പോൾ 1-നെയാണ് എന്ത് പേര് പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. 1-ന്റെ കോംപ്ലക്സ് ഫോം ഏതാണ്? 1 equal to 1 plus I into 0 എന്ന് എഴുതാം. റൈറ്റ്?